എല്ലാ ബ്രാൻഡഡ് കമ്പനികളുടെ ഫോണുകളും 0% പലിശരഹിത വായ്പാ സൗകര്യത്തിൽ വാങ്ങുവാനുള്ള സൗകര്യം. യൂസ്ഡ് ഐഫോൺസ് മറ്റ് ഫോണുകളുടെ കളക്ഷനുകളും വാങ്ങുവാൻ EMI സൗകര്യവും ലഭ്യമാണ്. മോഡോക് യുവർ മൊബൈൽ ഡോക്ടർ, പൂക്കോട്ടുംപാടം. സംസ്ഥാനത്തെ എല്ലാ ബ്ലഡ് ബാങ്കുകളിലും ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി സംവിധാനം ആരംഭിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്ക് തുടക്കം കുറിച്ചതായി ആരോഗ്യവകുപ്പ് മന്ത്രി വീണ ജോർജ്. ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണം സംസ്ഥാനതല ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഒക്ടോബർ 1 ദേശീയ സന്നദ്ധ രക്തദാന ദിനമാണ്. ദിനാചരണത്തിന്റെ ഭാഗമായി സംസ്ഥാനത്തെമ്പാടും ആരോഗ്യവകുപ്പ് വിവിധങ്ങളായിട്ടുള്ള പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അണുബാധയില്ലാതെ രക്തദാനം സാധ്യമാക്കുന്നത്, രക്തം സ്വീകരിക്കുന്നത് സാധ്യമാകുന്നത് സംബന്ധിച്ച അവബോധം വളർത്തുന്നതിനും അതോടൊപ്പം തന്നെ രക്തദാതാക്കളോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നതിനും പ്രത്യേകമായിട്ട് ഈ ദിനം ഉപയോഗിക്കുന്നു. നമ്മുടെ സംസ്ഥാനത്ത് സന്നദ്ധ രക്തദാനം വലിയ രീതിയിൽ പ്രോത്സാഹിപ്പിക്കുന്ന ഒരിടമാണ്. സന്നദ്ധ രക്തദാനം ഇനിയും വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് ആരോഗ്യവകുപ്പ് നടത്തുന്നത്. അനേകം ജീവനുകൾ നമുക്ക് 3 മാസത്തിൽ ഒരിക്കൽ ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യ പ്രവർത്തകർ അല്ലെങ്കിൽ ശാസ്ത്രീയമായി ആരോഗ്യ വകുപ്പ് രൂപീകരിച്ചിരിക്കുന്ന മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ 3 മാസത്തിൽ ഒരിക്കൽ ഒരാൾക്ക് രക്തം ദാനം ചെയ്യാനായിട്ട് കഴിയും. നമ്മൾ ഒരു പ്രാവശ്യം രക്തം ദാനം ചെയ്യുമ്പോൾ അതിന്റെ വിവിധങ്ങളായിട്ടുള്ള കമ്പോണന്റുകൾ പലർക്ക് പ്രയോജനപ്പെടും. അതായത് ഒരു രക്തദാനത്തിലൂടെ പലരുടെ ജീവൻ രക്ഷിക്കുന്നതിന് സാധിക്കും. തീർച്ചയായിട്ടും രക്തദാനം മഹാദാനം എന്നുള്ളതാണ്. അത് നമുക്ക് ഓരോരുത്തർക്കും അറിയുന്നതാണ്. സംസ്ഥാനത്ത് 190 രക്ത ബാങ്കുകളാണ് പ്രവർത്തിക്കുന്നത്. 42 സർക്കാർ രക്തബാങ്കുകളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ ദിവസം എടുത്തു പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, നിർമ്മിത ബുദ്ധി രക്തബാങ്കുകളുടെ പ്രവർത്തനത്തിൽ സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടലുകളാണ് ഈ ഘട്ടത്തിൽ ആരോഗ്യവകുപ്പ് നടത്തുന്നത്. ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി, വെയിൻ ടു വെയിൻ ട്രേസബിലിറ്റി, അതായത് രക്തം ദാനം ചെയ്യുന്ന വ്യക്തിയുടെ വെയിൻ മുതൽ രക്തം സ്വീകരിക്കുന്ന വ്യക്തിയുടെ വെയിൻ വരെ രക്തദാനം പൂർണ്ണമായും ശാസ്ത്രീയമായി, പൂർണ്ണമായി സുരക്ഷിതമായി നടക്കുന്നു എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടി നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുന്ന സംവിധാനമാണ് ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി. നമ്മുടെ എല്ലാ രക്തബാങ്കുകളിലും ബ്ലഡ് ബാങ്ക് ട്രേസബിലിറ്റി സംവിധാനം ഏർപ്പെടുത്തുന്നതിനാണ് സർക്കാർ ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതിന്റെ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായിട്ടുണ്ട്. അധികം താമസിക്കാതെ തന്നെ പൂർണ്ണമായി എല്ലായിടത്തും ഇത് യാഥാർത്ഥ്യമാക്കുന്നതിന് കഴിയും. കൃത്യമായ ഊഷ്മാവ്, അതിൽ കമ്പോണന്റ്സ് സൂക്ഷിക്കുന്നു എന്നത് ഉറപ്പാക്കുന്നത് ഉൾപ്പെടെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അണുബാധയില്ലാതെ സുരക്ഷിതമായി രക്തം ദാനം ചെയ്യുകയും രക്തം സ്വീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് ഉറപ്പാക്കുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് ലോകത്ത് ലഭ്യമായിരിക്കുന്ന ഏറ്റവും മികച്ച സംവിധാനമാണ് ഇത്. ഈ അവസരത്തിൽ രക്തദാനത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നത്, ഇപ്പൊ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, രക്തദാനം ചെയ്യുന്ന നമ്മുടെ യുവജന സംഘടനകൾ, അതോടൊപ്പം തന്നെ പോലീസ് സേന, ഏറ്റവും കൂടുതൽ രക്തം ദാനം ചെയ്യുന്ന ഇവർ ഈ 2 കൂട്ടരുമാണ്. അപ്പോൾ തീർച്ചയായിട്ടും സന്നദ്ധ രക്തദാനം നടത്തുന്ന എല്ലാവരെയും ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട്, അതിനു വേണ്ടിയിട്ട് അവബോധം സൃഷ്ടിക്കുന്നതിന് പ്രവർത്തിക്കുന്ന എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട്, രക്തം ദാനം ചെയ്യുക, ജീവൻ ദാനം ചെയ്യുക എന്ന വലിയ ആപ്തവാക്യത്തോടെ 2024 ദേശീയ സന്നദ്ധ രക്ത ദിനാചരണം അതിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നതായി അറിയിച്ചുകൊള്ളുന്നു. നന്ദി, നമസ്കാരം. നിലമ്പൂർ IMA ഹാളിൽ വെച്ച് നടന്ന സംസ്ഥാനതല പരിപാടിയിൽ നിലമ്പൂർ മുനിസിപ്പാലിറ്റി ചെയർമാൻ മാട്ടുമൽ സലീം അധ്യക്ഷത വഹിച്ചു. നിലമ്പൂർ ജില്ലാ ആശുപത്രി ബ്ലഡ് ബാങ്ക് തയ്യാറാക്കിയ ഇനിയെങ്കിലും എന്ന ഷോർട്ട് ഫിലിം നിലമ്പൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പുഷ്പവല്ലി പ്രകാശനം ചെയ്തു. മലപ്പുറം ജില്ലാ കളക്ടർ VR വിനോദ് ഓൺലൈനായി സംസാരിച്ചു. വ്യത്യസ്തരായിരിക്കുക, രക്തം ദാനം ചെയ്യുക, ജീവൻ ദാനം ചെയ്യുക എന്നതാണ് ഈ വർഷത്തെ ദേശീയ സന്നദ്ധ രക്തദാന ദിനാചരണ സന്ദേശം. കേരള സ്റ്റേറ്റ് ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ കൌൺസിൽ ചെയർമാൻ ഡോക്ടർ ശ്രീലത R രക്തദാന ദിനാചരണ സന്ദേശം നൽകി. മലപ്പുറം ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ R രേണുക, നിലമ്പൂർ നോർത്ത് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ കാർത്തിക് എന്നിവർ മുഖ്യപ്രഭാഷണം നടത്തി. ആരോഗ്യ കേരളം മലപ്പുറം ജില്ലാ പ്രോഗ്രാം മാനേജർ ഡോക്ടർ അനൂപ് TN രക്തദാന പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഡെപ്യൂട്ടി ജില്ലാ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ശുബിൻ C, നിലമ്പൂർ ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷിനാസ് ബാബു, ഡെപ്യൂട്ടി ജില്ലാ എഡ്യൂക്കേഷൻ മീഡിയ ഓഫീസർ PM ഫസൽ, ജില്ലാ ബ്ലഡ് ട്രാൻസ്ഫ്യൂഷൻ സർവീസസ് നോഡൽ ഓഫീസർ ഡോക്ടർ KK പ്രവീണ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനതല പരിപാടിയുടെ ഭാഗമായി ബ്ലഡ് ഡോണേഴ്സ് കേരള മലപ്പുറം ചാപ്റ്റർ രക്തദാന പോസ്റ്റർ പ്രദർശനം നടത്തി. സന്നദ്ധ രക്തദാതാക്കൾ, സന്നദ്ധ രക്തദാന സംഘടനകൾ, ബ്ലഡ് ബാങ്കുകൾ എന്നിവർക്കുള്ള സംസ്ഥാനതല അവാർഡുകൾ, ജില്ലാതല അവാർഡുകൾ, താലൂക്ക് തല അവാർഡുകൾ,
സ്വകാര്യ ആശുപത്രിക്കുള്ള രക്തദാന അവാർഡുകൾ എന്നിവ പരിപാടിയിൽ വിതരണം ചെയ്തു. നിലമ്പൂർ അമൽ കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച സ്കിറ്റും MES മമ്പാട് കോളേജ് വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച ഫ്ലാഷ് മോബും പരിപാടിയുടെ ഭാഗമായി നടന്നു. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള സന്നദ്ധ സംഘടനകൾ, ബ്ലഡ് ബാങ്ക് ജീവനക്കാർ, ആരോഗ്യ പ്രവർത്തകർ, മറ്റ് വളണ്ടിയർമാർ, ജനപ്രതിനിധികൾ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. Teddy Baby Diaper and Pants made for Indian baby body type.